അവൾ എൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇപ്പോൾ അവളുടെ കഴുത്തി കിടക്കുന്ന താലി മാറ്റി പകരം മറ്റൊരു താലിമാല ചാർത്തണം. അമ്മ, എനിക്ക് പേടിയാവുന്നു. താലിമാല കഴുത്തിന്ന് വീണ ഭർത്താവിന് ദോഷമാണെന്ന് പറയാറില്ലേ? ഇതിനെ മോള് ദോഷമായിട്ടൊന്നും കാണണ്ട. പഴയതൊക്കെ പോകുന്നതും മാറുന്നതും ഒക്കെ തന്നെയാ നല്ലത്. എങ്കിലേ ജീവിതത്തിനൊരു പുതുമയൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞ മോൾക്ക് മനസ്സിന് വിഷമുണ്ടെങ്കിലേ പൊട്ടി ഈ മാല അങ്ങ് മാറ്റി വെച്ചേക്കണം. ഇതിനി കഴുത്തിലിടണ്ട. അപ്പോ ഞാൻ കഴുത്തില് താലിമാല ഇല്ലാതെ നടക്കാനോ? അയ്യോ, അത് വേണ്ട. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. താലിമാല വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഈ മാല ഇനി ഇടണ്ടെന്ന്. അതിന് മോളെതിരെ പേടിക്കുന്നത്? അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാ നമുക്കൊരു പുതിയ താലിമാല വാങ്ങാം. എന്നിട്ട് അത് നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് പൂജിക്കാം. എന്നിട്ട് പൂജിച്ച മാല അമ്പലത്തിന് മുൻപിൽ വെച്ച് തന്നെ മോളുടെ കഴുത്തില് അവനെ കൊണ്ട് തന്നെ കെട്ടിക്കാം. അതാവുമ്പോ മോളുടെ മനസ്സിലെ സങ്കടം മാറുകയും ചെയ്യും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. എന്തു പറയുന്നു? അതല്ലേ നല്ലത്? അത് അമ്മേ, അത് പിന്നെ മോൾ ഇനിയൊന്നും പറയണ്ട. മോളുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. മോളൊന്നും ആലോചിക്കണ്ട. സമാധാനായിട്ടിരുന്നാ മതി. വേണ്ടതൊക്കെ അമ്മ ചെയ്തോളാം. തൽക്കാലം ഈ മാല അമ്മയുടെ കയ്യിലിരിക്കട്ടെ. ഇനി മോളുടെ കഴുത്തിൽ ഗോകുല് കെട്ടിത്തരുന്നത് പുതിയ താലിയും മാലയായിരിക്കും. സന്തോഷായില്ലേ മോൾക്ക്?